ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞുടുപ്പിനെ എങ്ങനെ ഒന്ന് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ട്യൂബ് ബീഡ്സും ഷുഗർ ബീഡ്സ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കുഞ്ഞ് ഫ്രോക്കാണ് കേട്ടോ നമുക്കതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഡിസൈൻ ചെയ്യാനൊന്നും പറയാനില്ല, കുറച്ച് ഹാങ്ങിങ്സ് ആഡ് ചെയ്യണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രോക്ക് വരുന്നത്. ഈ ഒരു ഫ്രോക്കിലാണ് നമ്മൾ ഹാങ്ങിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിൽ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാനായിട്ട്. ഇതാണ് മെറ്റീരിയൽ, ഈ ഒരു കസവിൻ്റെ മെറ്റീരിയൽ. അതിലത്രയും ബീഡ്സ് വർക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് കുഞ്ഞു അവൾക്ക് പറ്റിയൊരു സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഒരു 1 ഇയർ താഴെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റാവുന്ന രീതിയിൽ 6 to 1 ഇയറിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് പറ്റുന്നത്. അപ്പോൾ ആ ഒരു സൈസിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ബീഡ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ശരിക്കൊരു പട്ടുപാവാട ആലിയ കട്ട് പാവാടയും ക്രോപ്പ് ടോപ്പും വരുന്നില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തു. ഒരു 5 ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ബീഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. കഴിഞ്ഞിട്ടൊരു ഷുഗർ ബീഡും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ബീഡ്സിനകത്തൂടെ നീഡിലൊന്ന് കടത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നീഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്പറും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് എന്താ പറയുക, നല്ല നൈസായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ബീഡ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ ബീഡ്സൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു നീഡിൽ. അപ്പോൾ അതിൽ കൂടെ ഞാൻ ബീഡ്സിനകത്തൂടെ ഞാൻ നീഡിലൊന്ന് കടത്തി തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ തന്നെ നമ്മൾ ആദ്യം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ഒന്ന് കുത്തി താഴോട്ടെടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് വല്ലാതെ ടൈറ്റാക്കിയിട്ട് വലിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയ രീതിയിൽ ലൂസുള്ള പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതൊരു ഫ്ലെക്സിബിളായിട്ട് കിടക്കുള്ളൂ. ആ ഒരു ഹാങ്ങിങ്സ് ഫ്ലെക്സിബിളായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ വേണം കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. അവിടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ത്രെഡൊക്കെ വലിയുന്ന ടൈമിൽ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ബീഡ്സൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ വരും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എത്രയാണ് നമുക്ക് ഗ്യാപ്പ് വേണ്ടത് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഗ്യാപ്പൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വല്ലാതെ ഗ്യാപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ വീണ്ടും നേരെ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബീഡ്, ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ടിട്ട് ആ ഒരു ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതന്നെ കണ്ടിന്യൂസ്ലി ചെയ്ത് പോവാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ബീഡ്സിൻ്റെ എണ്ണം കുറയ്ക്കുക അങ്ങനെ എന്തൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് കട്ടായതുകൊണ്ട് തന്നെ ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ ലെങ്ത്തിലായിട്ട് കിടക്കുന്ന പോലെ കിടക്കും കേട്ടോ. ഈ ഒരു ലെവലിൽ തന്നെ ചെയ്ത് പോയാലും കയറിയിട്ടും സൈഡിലോട്ട് വരുന്ന സമയത്ത് ലെങ്ത്തിൽ കിടക്കുന്നത് പോലെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്ത് പോണത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല, അപ്പോൾ അത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ നമ്മുടെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇത് പുറത്തോട്ട് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്നൊരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ്സ് ആഡ് ചെയ്യണത്. എന്നാൽ ഇപ്പം എല്ലാ ഡ്രസ്സുകൾക്ക് ഈ ഒരു ഹാങ്ങിങ് അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസുകളാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ക്രോപ്പ് ടോപ്പുകൾ അല്ലെങ്കിൽ വലിയവരാണെന്നുണ്ടെങ്കിലും ക്രോപ്പ് ടോപ്പുകളിലൊക്കെ ചെയ്യാതെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഹാങ്ങിങ്സ് വരുമ്പം. അപ്പോൾ ഇത് പല ടൈപ്പിലുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബീഡ്സ് മാത്രമല്ല പല പല ടൈപ്പിലുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഗോൾഡൻ ബീഡ്സുകളാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം കളറിലുള്ള ബീഡ്സുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തണില്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ് ചെയ്യണത്. അതാണ് പിന്നെ ഞാൻ വീണ്ടും പറയാത്തത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും സ്കേർട്ടും ടോപ്പായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്കേർട്ടും ടോപ്പും പോലെ തന്നെ ഫ്രോക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം വലിയ വീടാണ്. ടോപ്പ് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് സ്കേർട്ടും ടോപ്പും ചെയ്യുന്ന രീതിയിൽ
ബാൻഡൊക്കെ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു വേസ്റ്റിൽ വരുന്ന ആ ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സെപ്പറേറ്റ് ആ ഒരു കൊളുത്തൊക്കെ വെച്ച് കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിന് പകരം നേരെ നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫ്രോക്കിലോട്ട് ആ ഒരു യോക്കിൻ്റെ പോർഷനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ശരിക്കും ഒരു സ്കേർട്ടും ടോപ്പും പോലെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ഫ്രോക്ക് കാണുമ്പോൾ സ്കേർട്ടും ടോപ്പായിട്ട് തന്നെയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കും. ഞാൻ ഇതിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ഇട്ടില്ല. അപ്പം ഞാനും ഇത് ഫസ്റ്റ് ടൈം ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാത്തത് ചിലപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. ജസ്റ്റ് സ്കേർട്ടും ടോപ്പും എങ്ങനെയാണോ ചെയ്യുക ആ രീതിയിൽ ചെയ്തിട്ട്, ഇപ്പോൾ അത്യാവശ്യം തയ്യലൊക്കെ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ സ്കേർട്ടും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ഏകദേശം അറിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇനി അറിയാത്തവരുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതിനെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഫ്രോക്കായിട്ട് ഈ ഒരു മോഡലിൽ ഫ്രോക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയത്. ഇപ്പോൾ കുഞ്ഞു ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സ്കേർട്ടും ടോപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് ഇല്ലാതെ അവർക്ക് ഫ്രോക്കാകുമ്പോൾ കുറച്ചുകൂടെ എടുക്കുമല്ലോ കുഞ്ഞു ആളുകൾക്ക്. എന്നാൽ ഇത് കാണുമ്പോൾ സ്കേർട്ടും ടോപ്പായിട്ട് തോന്നുകയും ചെയ്യും. ആ രീതിയിലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാനിതിൻ്റെ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്. നിങ്ങളിതിൻ്റെ എങ്ങനെയുണ്ട്, ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ട് ഇതുപോലെയുള്ള സ്കേർട്ടും ടോപ്പുകളൊന്നും നമ്മൾ ഇതുവരെയായിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. നമ്മൾ ഷോർട്സുകളിൽ ആഡ് ചെയ്യാറുണ്ട് എന്നല്ലാതെ നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് ഇതുവരെയായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്കിനിപ്പോൾ ഓണം ഇതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും സ്കേർട്ടും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഇപ്പം പുറത്ത് കൊടുക്കാനല്ല എന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാനായിട്ടൊക്കെ അമ്മമാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സ്കേർട്ടും ടോപ്പൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്തില്ലെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാം, എന്നാലും ഞാൻ നമ്മുടെ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ സ്കേർട്ടും ടോപ്പൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എന്താ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലോട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. എന്നാലും എൻഡിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലോട്ട് ഒരു ബോയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു ബോയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ എനിക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇട്ട് നോക്കിയതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും അത് അങ്ങനെ തന്നെ ഹാങ്സ് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു ബോയും കൂടി വെച്ച് കൊടുക്കണം. ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നില്ലേ, എന്താ പറയുക, പർപ്പിൾ ഷെയ്ഡ് തന്നെയല്ലേ, അത് വൈൻ റെഡോ അങ്ങനെ ആ ഒരു ഷെയ്ഡ് എന്തായാലും ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ബോയ്ക്ക് വേണ്ടി. അപ്പോൾ ബോ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ബോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹെയർ ആക്സസറീസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഫ്രോക്കുകൾക്ക് വെക്കാനൊക്കെ നമ്മൾ ഒരുപാട് ബോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ബോ ചെയ്തെടുത്തിട്ടുള്ളത്. ബോ ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കുഞ്ഞു വാവകൾ പട്ടുപാവാട ഇട്ടിട്ട് നടക്കില്ലേ, ആ ഒരു ലുക്കിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാക്കിൽ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്താണ് നമ്മുടെ ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ താഴെ ബോ വരില്ലേ, എൻ്റെ വെച്ച് ചെയ്ത് കൊടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കൊരു പട്ടുപാവാട ഇട്ട ലുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിന് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു ഹുക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ ഒരു വീഡിയോസൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസായിട്ട് ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ കേട്ടോ.